ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ വിമർശിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആകാശപാതയുടെ പേരിൽ ഗണേഷ് കുമാർ നടത്തിയ പരാമർശം കോട്ടയത്തെ ജനങ്ങളെ അപമാനിക്കുന്നത്. ആകാശപാത പൊളിച്ചു നീക്കുകയാണെങ്കിൽ ബദൽ എന്തെന്ന് സർക്കാർ പറയുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന്. ടോബി, ഏറെക്കാലമായി അങ്ങനെ തുരുമ്പെടുത്തുന്ന പാലം വലിയ രാഷ്ട്രീയ ചർച്ചയായി ചൂടുപിടിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇപ്പോൾ എന്താണ് ഈ തിരുവഞ്ചൂരിന്റെ മറുപടി? ഗണേഷ് കുമാറിനുള്ള നേരിട്ടുള്ള മറുപടിയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വന്നതോടുകൂടിയാണ് കോട്ടയത്തെ ആകാശപാത വീണ്ടും സജീവ ചർച്ചയിലേക്ക് വന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ 10 വർഷം മുൻപ് കോട്ടയം നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥാപിച്ച ഈ ഒരു ആകാശപാത, കോട്ടയം നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥാപിച്ച ഈ ഒരു ആകാശപാത പക്ഷെ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ചില തൂണുകൾ സ്ഥാപിച്ചത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു നടപടികളും മുന്നോട്ട് പോയില്ല. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് നടന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ പിന്നീടുണ്ടായി. അത് വലിയ ചർച്ചകളിലേക്കൊക്കെ പോകുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, സാധിക്കാത്ത ഒരു പദ്ധതിയാണ്, ഒരു ബിനാല ശില്പം പോലെയാണ് തനിക്ക് തോന്നുന്നതെന്ന് മന്ത്രി ഗണേഷ് കുമാർ മറുപടി തിരുവഞ്ചൂരിന് നൽകിയത്. അതിനെയാണ് രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ തിരുവഞ്ചൂർ വിമർശിച്ചിരിക്കുന്നത്. കോട്ടയത്ത് ഒരു തവണ പോലും എത്താതെ മന്ത്രി എങ്ങനെയാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്? ഏതായാലും കോട്ടയത്ത് കാലങ്ങളായി അങ്ങനെ നിൽക്കുന്ന പണി പൂർത്തിയാകാത്ത ആകാശപാത വീണ്ടും രാഷ്ട്രീയ വാക്കേറ്റങ്ങൾക്ക്, വാഗ്വാദങ്ങൾക്ക് ഇടവെക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.